നമസ്സർവേഭ്യഃ. ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിലെ ഏറ്റവും വികാരധീനമായ ഒരു ഭാഗത്തേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ രഥം യുദ്ധഭൂമിയുടെ മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി. അതുവരെ ആവേശത്തോടെ യുദ്ധം ചെയ്യാൻ വന്ന അർജുനൻ തന്റെ മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് യുദ്ധം ചെയ്യേണ്ട ശത്രുക്കളെയല്ല, മറിച്ച് തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന 26-27 ശ്ലോകങ്ങളിൽ അർജുനൻ തന്റെ പിതാമഹന്മാരെയും ഗുരുക്കന്മാരെയും സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും യുദ്ധക്കളത്തിൽ തിരിച്ചറിയുകയാണ്. സ്നേഹവും കടമയും തമ്മിലുള്ള ആ വലിയ സംഘർഷം തുടങ്ങുന്ന അർജുനന്റെ കാഴ്ചപ്പാട് മാറിമറിയുന്ന ആ നിമിഷങ്ങൾ നമുക്ക് നോക്കാം. അർജുനൻ അവിടെ ആരെയൊക്കെയാണ് കണ്ടത്? ആദ്യം ശ്ലോകം കേൾക്കാം. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ. ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ. ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ. വരികളുടെ അർത്ഥം നോക്കാം. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ. തത്ര അവിടെ, അപശ്യത് കണ്ടു, സ്ഥിതാൻ നിലയുറപ്പിച്ചിരിക്കുന്നവരായി, പാർത്ഥഃ അർജുനൻ, പിതൃൻ അച്ഛന്മാരെയും, പിതാമഹാൻ മുത്തച്ഛന്മാരെയും, അഥ കൂടാതെ, പിതൃനഥ പിതാമഹാൻ അച്ഛന്മാരെയും കൂടാതെ മുത്തച്ഛന്മാരെയും അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നവരായി അർജുനൻ കണ്ടു. ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥ. ആചാര്യാൻ, ആചാര്യൻ എന്ന് വെച്ചാൽ ഇവിടെ ദ്രോണർ, കൃപർ തുടങ്ങിയവരെയും ഗുരുക്കന്മാരെയും, മാതുലാൻ അമ്മാവന്മാര്, അതായത് ശല്യര്, ശകുനി തുടങ്ങിയവര്, ഭ്രാതൃൻ സഹോദരങ്ങളെയും കൗരവര്, പുത്രാൻ മക്കളെയും, ദുര്യോധനന്റെ പുത്രന്മാരായ ലക്ഷ്മണൻ തുടങ്ങിയവര്, പൗത്രാൻ കൊച്ചുമക്കളെയും, സഖീൻ കൂട്ടുകാരെയും, തഥ അതുപോലെ, അതായത് ഗുരുക്കന്മാരെയും അമ്മാവന്മാരെയും സഹോദരങ്ങളെയും മക്കളെയും കൊച്ചുമക്കളെയും കൂട്ടുകാരെയും ഒക്കെ അവിടെ അർജുനൻ കണ്ടു. ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. ശ്വശുരാൻ ഭാര്യാപിതാക്കന്മാരെയും, സുഹൃദഃ സന്മനസ്സുള്ള സുഹൃത്തുക്കളെയും, ചയേവ ആന്റാണ് കണക്ഷൻ വേർഡാണ്, സേനയോഹോ സൈന്യങ്ങളിൽ, ഉഭയോഹോ അപി രണ്ടു പക്ഷത്തുമുള്ള സൈന്യങ്ങളിൽ ഭാര്യാപിതാക്കന്മാരെയും സന്മനസ്സുള്ള സുഹൃത്തുക്കളെയും അർജുനൻ കണ്ടു. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ. താൻ അവരെ, അതായത് ആ ബന്ധുക്കളെ, സമീക്ഷ്യ ശരിക്കും നോക്കിക്കണ്ടിട്ട്, സഹ അവൻ, അതായത് ഇവിടെ അർജുനൻ, കൗന്ദേയഃ കുന്തിപുത്രൻ, സർവാൻ എല്ലാ, ബന്ധൂൻ ബന്ധുക്കളെയും, അവസ്ഥിതാൻ യുദ്ധത്തിനായി നിൽക്കുന്നവരായി നോക്കിക്കണ്ടു. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. രണ്ട് സൈന്യങ്ങൾക്കും മധ്യത്തിൽ ഭഗവാൻ രഥം നിർത്തിയപ്പോൾ അർജുനൻ തന്റെ മുന്നിൽ നിൽക്കുന്നവരിലേക്ക് കണ്ണോടിച്ചു.
അവിടെ തന്റെ പിതൃതുല്യരായ വലിയച്ഛന്മാരെയും ചെറിയച്ഛന്മാരെയും പിതാമഹനായ ഭീഷ്മരെയും ആയുധവിദ്യ പഠിപ്പിച്ച ദ്രോണർ ഉൾപ്പെടെയുള്ള ഗുരുക്കന്മാരെയും അദ്ദേഹം കണ്ടു. അതുമാത്രമല്ല, തന്റെ അമ്മാവന്മാർ, സഹോദരങ്ങൾ, പുത്രന്മാർ, കൊച്ചുമക്കൾ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കൾ, തന്നോട് എന്നും സ്നേഹം പുലർത്തിയിരുന്ന മറ്റു ബന്ധുക്കൾ എന്നിവരെല്ലാം യുദ്ധക്കളത്തിൽ അണിനിരന്നിരിക്കുന്നത് അദ്ദേഹം ദർശിച്ചു. യുദ്ധക്കളത്തിൽ ശത്രുക്കളെ നേരിടാൻ വന്ന അർജുനൻ ഭഗവാൻ രഥം നിർത്തിയപ്പോൾ കണ്ടത് ഒരു വലിയ കുടുംബ സംഗമമാണ്. ഒരു വശത്ത് താൻ സംരക്ഷിക്കേണ്ടവർ, മറുവശത്ത് താൻ വധിക്കേണ്ടവർ. പക്ഷേ അർജുനൻ അവിടെ കണ്ടത് വെറും ശത്രുക്കളെയല്ല, മറിച്ച് തന്റെ ബാല്യവും കൗമാരവും പങ്കിട്ട വ്യക്തികളെയാണ്. മുത്തച്ഛനായ ഭീഷ്മർ തന്റെ മടിയിൽ അർജുനനെ ഇരുത്തി വളർത്തിയതാണ്. ദ്രോണാചാര്യരാണ് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാക്കിയത്. അർജുനൻ തന്റെ കൺമുന്നിൽ കണ്ട ആ ബന്ധുനിര അദ്ദേഹത്തിന് കേവലം ഒരു പട്ടികയായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു. സ്വന്തം ജീവിതത്തിനെതിരെ തന്നെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ നാം കാണുന്നത്. ജീവിതപാഠം നോക്കാം. ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ വൈകാരിക ബന്ധങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി വന്നു നിൽക്കാറുണ്ട്. ആ ബന്ധങ്ങളെ തിരിച്ചറിയുന്ന നിമിഷം നമ്മുടെ ലക്ഷ്യബോധം എത്രത്തോളം ശക്തമാണെന്ന് നാം സ്വയം തിരിച്ചറിയുന്ന സന്ദർഭം കൂടിയാണിത്. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്തേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്തേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. ഭഗവത്ഗീതയിലെ ഈ ശ്ലോകങ്ങൾ അർജുനന്റെ കാഴ്ചപ്പാട് മാറുന്ന നിമിഷത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. യുദ്ധം ചെയ്യാൻ വന്ന അർജുനൻ തന്റെ മുന്നിൽ നിൽക്കുന്നത് കേവലം ശത്രുക്കളെയല്ല, മറിച്ച് തന്റെ ജീവിതത്തിന്റെ ഭാഗമായ പിതാമഹന്മാരെയും ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമാണെന്ന് ഇവിടെ തിരിച്ചറിയുന്നു. രണ്ട് സൈന്യങ്ങളിലും തന്റെ പ്രിയപ്പെട്ടവർ അണിനിരന്നിരിക്കുന്നത് കണ്ട അർജുനൻ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതോടെ ഈ ഭാഗം അവസാനിക്കുന്നു. ഈ തിരിച്ചറിവ് അർജുനനെ മാനസികമായി എങ്ങനെ ബാധിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്നും നമുക്ക് അടുത്ത ശ്ലോകത്തിലൂടെ കാണാം. ധന്യവാദഃ. ഹരേ കൃഷ്ണ.